അവസാന ശ്വാസം വരെ പ്രകൃതിക്കു വേണ്ടി വിതുമ്പിയ സുഗതകുമാരി പരിസ്ഥിതി പ്രവർത്തകരുടെ കാരണവത്തിയായിരുന്നുവെന്ന് പരിസ്ഥിതി സംഘടനയായ തണലിന്റെ ഡയറക്ടർ കൊടകര കാവിൽ വാര്യത്ത് ഉഷ ജയനും സഹോദരൻ ചാലക്കുടി പുഴ സംരക്ഷണ സമിതി പ്രവർത്തകൻ ഉണ്ണികൃഷ്ണനും പറഞ്ഞു. കൊടകര കാവിൽ വാര്യത്ത് ശൂലപാണി വാര്യരുടെ മകളായ ഉഷയും സഹോദരൻ ഉണ്ണികൃഷ്ണനും സുഗതകുമാരിയുമായി അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അതിരപ്പള്ളി പുഴ സംരക്ഷണ സമിതിയുടെ സജീവ പ്രവർത്തകരാണ് ഉണ്ണികൃഷ്ണൻ. ഉഷയും ഭർത്താവ് ജയനും സുഹൃത്ത് ശ്രീധരും ഡയറക്ടർമാരായിട്ടുള്ള തണൽ സംഘടന തിരുവനന്തപുരം കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത്. സുഗതകുമാരി ബാലഭവന്റെ ഡയറക്ടറായിരുന്നപ്പോൾ ഉഷ സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. സ്കൂളിൽ നിന്നും പരിസ്ഥിതി ക്യാമ്പിന് കൊണ്ടുപോയപ്പോഴാണ് ടീച്ചറെ ആദ്യമായി ഉഷ കാണുന്നത്. അന്നത്തെ കാഴ്ചയിൽ തന്നെ ഉഷയെ ടീച്ചർ ഏറെ സ്വാധീനിച്ചു. അന്നൊക്കെ കവയിത്രി എന്ന നിലയിലാണ് ടീച്ചറെ കണ്ടിരുന്നത്. സൈലന്റ് വാലി സമരകാലം മുതൽ സുഗതകുമാരിയെ അടുത്തറിയാം. അന്നൊക്കെ ടീച്ചറുടെ എഴുത്തിലൂടെയാണ് സൈലന്റ് വാലിയെക്കുറിച്ച് അറിയുന്നത് തന്നെ. ആറന്മുള സമരത്തിൽ ഒപ്പം പ്രവർത്തിച്ചു. ടീച്ചറുമൊത്തുള്ള പ്രവർത്തന നാളുകൾ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയായിരുന്നു. ആറന്മുള സമരത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും ഒന്നിപ്പിക്കാൻ സുഗതകുമാരിക്കായെന്നും കേരളത്തിൽ ഏത് സർക്കാർ വന്നാലും സുഗതകുമാരിയുടെ വാക്കുകൾക്ക് ഏറെ പ്രസക്തി ഉണ്ടായിരുന്നുവെന്നും ഉഷ ചൂണ്ടിക്കാട്ടുന്നു. ടീച്ചറുമായിട്ട് എനിക്ക് ദീർഘകാലത്തൊരു ബന്ധമുള്ള ഒരാളാണ് ഞാൻ. വാസ്തവത്തിലും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ അന്ന് ബാലഭവന്റെ ഡയറക്ടറാണ്. അപ്പോൾ സ്കൂളിൽ നിന്നൊരു ക്യാമ്പിന് ഞങ്ങളെ കൊണ്ടുപോയിട്ട് അന്നാണ് ടീച്ചർ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. വാസ്തവത്തിലും അന്നത്തെ ആ ഒരു കാഴ്ചയിൽ തന്നെ എന്നെ വളരെ കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. അന്നൊരു കവയിത്രി എന്നുള്ള രീതിയിലാണ് ടീച്ചറിനെ ഞങ്ങൾ കണ്ടിരുന്നത്. പക്ഷെ പിന്നീടാണ് സൈലന്റ് വാലി സമരം തൊട്ടുള്ള ഇന്നിപ്പോൾ അവസാനം ആറന്മുള സമരം വരെ നീണ്ടു നിൽക്കുന്ന കേരളത്തിന്റെ പരിസ്ഥിതി, ഒരു പക്ഷേ ഇന്ന് ബാക്കി നിൽക്കുന്ന ഒരു പരിസ്ഥിതിക്ക് ഒരു കാരണം എന്ന് പറയുന്നതിന് ടീച്ചറായിരിക്കും. ടീച്ചറുടെ അതിനകത്തുള്ള അത് പല രീതിയിലുള്ള ഇൻവോൾവ്മെന്റ്, അത് ഒരു കുട്ടികളെ കവികളെ ഒരുമിച്ച് കൊണ്ടുവന്നതായാലും പിന്നീട് ഗവൺമെന്റുമായിട്ടുള്ള ചർച്ചകളിലും അല്ലെങ്കിൽ പഠനങ്ങളിലെ കോടതി കേസുകൾ, അതിൽ ഇപ്പോഴും അത് എനിക്ക് തോന്നുന്നത് ടീച്ചറിന്റെ ഏറ്റവും എനിക്ക് പ്രത്യേകതയായി തോന്നിയിട്ടുള്ളത്, എത്ര വയ്യാതിരിക്കുമ്പോഴും ഒരു മരത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷിക്ക് എന്ത് പറ്റി, അല്ലെങ്കിൽ ഒരു ആനയ്ക്ക് എന്ത് പറ്റി, ഉടനെ ടീച്ചർ ചാടി എഴുന്നേറ്റ് അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അത്തരത്തിലേക്ക് എല്ലാ എത്ര വയ്യാതായ ഒരാൾക്കും അപ്പോൾ അതിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് വാസ്തവത്തിലും എനിക്കതിൽ തോന്നിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് ടീച്ചറെ അമ്മയെ പോലെ തന്നെയാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് ഞാനും നേരിട്ട് വ്യക്തിപരമായിട്ട് പിന്നെ ഞങ്ങളുടെ പ്രവർത്തിക്കുന്ന തണൽ പോലെയുള്ള സംഘടനകൾ തിരുവനന്തപുരത്തെ ഒരുപാട്, അത് ചെറിയൊരു മരമുറി തൊട്ടിട്ട് എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനും എന്നും എന്താ പറയുക, ഒരു അമ്മയെ പോലെ തന്നെ ഞങ്ങൾക്ക് എന്താ പറയുക സ്നേഹവും ബലവും ശക്തിയും ഒക്കെ തന്നുകൊണ്ട് വ്യക്തതയും, അത് എങ്ങനെ ഇപ്പം ചില പ്രവർത്തനങ്ങൾ എന്ത് നിലപാടെടുക്കണം എന്നുവെച്ചാൽ അത്തരത്തിൽ എന്തൊക്കെ രീതിയിൽ സ്വാധീനിക്കാമോ സമൂഹത്തിനെ, അത്തരത്തിൽ ഒരു നിർണായകമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എനിക്കൊന്നും ഇങ്ങനെ ഒരാളുണ്ടാവില്ല. അത് നമുക്ക് അത് ഒരർത്ഥത്തിൽ നമുക്ക് ഭാഗ്യമാണ്. ഇങ്ങനെ ഒരു ആള് ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ കൂടെ നമുക്ക് ജീവിക്കാനും അവരുടെ കൂടെ നിൽക്കാനും ഒക്കെ എനിക്ക് വളരെ ഭാഗ്യമായിട്ടാണ് എനിക്ക് കാണുന്നത്. വളരെ വലിയൊരു നഷ്ടം തന്നെയാണ്. സൈലന്റ് വാലി മുതൽ ആറന്മുള വരെയുള്ള സമരങ്ങളിൽ ജ്വലിച്ചു നിന്ന സുഗതകുമാരി ശാരീരിക അവശതകൾക്കിടയിലും കുട്ടികൾക്കും പക്ഷികൾക്കും അങ്കനകൾക്കും ആനകൾക്കും വേദനിക്കുന്നത് സ്വന്തം വേദനയായി കണ്ടു. ആറന്മുള സമരകാലത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സുഗതകുമാരി കത്തുകൾ അയച്ചിരുന്നു. ഇതേ തുടർന്ന് ഒരുപാട് സ്കൂൾ കുട്ടികളും മുഖ്യമന്ത്രിക്ക് പാടശേഖരങ്ങൾ നികത്തുന്നതിനെതിരെ കത്തയച്ചു. ഇക്കാലത്ത് ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂളിലെ വിദ്യാർത്ഥികൾ നെൽകൃഷി ആരംഭിക്കുകയും കൊയ്ത്തുത്സവത്തിന് സുഗതകുമാരി എത്തിയപ്പോൾ കൊടകരയിലെ കാവിൽ വാര്യത്തും വന്നിരുന്നു. സമീപകാലത്തുണ്ടായ ഒട്ടനവധി പരിസ്ഥിതി പ്രശ്നങ്ങളുടെ ആകുലതയിലായിരുന്നു സുഗതകുമാരിയെന്നും സുഗതകുമാരിക്കൊപ്പം ജീവിക്കാനായത് മഹാഭാഗ്യമാണെന്നും ഇനി ഇങ്ങനെയൊരാൾ ഉണ്ടാവില്ലെന്നും ഉഷ ജയൻ അനുസ്മരിച്ചു. അതിരപ്പള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഉണ്ണികൃഷ്ണൻ സുഗതകുമാരിയുമായി അടുത്ത് ബന്ധപ്പെടാനായത്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ആനുകാലികങ്ങളിൽ പതിറ്റാണ്ടുകളായി ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ 1990 മുതൽ പുഴ സംരക്ഷണ സമിതിയുടെ സജീവ പ്രവർത്തകനാണ്. അതിരപ്പള്ളി സമരത്തിൽ എന്നും പ്രവർത്തകർക്കൊപ്പം ഉണ്ടായിരുന്ന സുഗതകുമാരിയാണ് പരിസ്ഥിതി ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്ത 2ാം അതിരപ്പള്ളി സത്യാഗ്രഹം 2008 ഫെബ്രുവരി 25-ന് ഉദ്ഘാടനം ചെയ്തത്. അന്ന് സമരത്തിന് ആവേശം പകർന്ന ടീച്ചർ വാഴച്ചാൽ സന്ദർശിക്കുകയും ആദിവാസി കുട്ടികൾക്കായി കവിത ചൊല്ലിക്കൊടുത്ത ശേഷമാണ് മടങ്ങിയതെന്നും ഉണ്ണികൃഷ്ണൻ ഓർക്കുന്നു. അതിരപ്പള്ളി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയോടൊപ്പം തുടക്കത്തിൽ മുതൽ തന്നെ സഹകരിച്ചു നിന്ന ഒരു പ്രമുഖ പരിസ്ഥിതി പോരാളിയായിരുന്നു ശ്രീമതി സുഗതകുമാരി. ഈ സമരം, അതിരപ്പള്ളി സമരം ശക്തമായ കാലഘട്ടം 2005-ൽ
ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയും റിവർ പ്രൊട്ടക്ഷൻ ഫോറവും ബന്ധപ്പെട്ട സംഘടനകളും എല്ലാം ചേർന്ന് ചാലക്കുടി പുഴയുടെ എല്ലാ പ്രദേശങ്ങളിലും റിവർ ഫോർ ലൈഫ്, പുഴ ജീവന് വേണ്ടി എന്ന് പറയുന്ന വലിയൊരു സമരപരിപാടി സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു അനാരോഗ്യത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും ശ്രീമതി സുഗതകുമാരി ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ചാലക്കുടി പുഴ പെരിയാറുമായി ചേരുന്ന എളന്തിക്കരയിൽ അന്ന് 2005 അവസാനം വരികയും അവിടെ വലിയ ഒരു മീറ്റിംഗ്, നൂറുകണക്കിന് ആളുകളും അതുപോലെ തന്നെ എളന്തിക്കര ഹൈസ്കൂളിൽ വെച്ച് നടന്ന വലിയൊരു പൊതുയോഗത്തിലും പങ്കെടുക്കുകയും അവിടെ ഒരു മരം നടുകയും ഒക്കെ ചെയ്ത് ഈ അതിരപ്പള്ളി സമരത്തിനെ വാഴച്ചാൽ കാടുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ എപ്പോഴും ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറത്തിൻ്റെ ഭാഗമായി നിന്ന ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു ശ്രീമതി സുഗതകുമാരി.